ദിനം തോറും നടത്തണമേ. തവ പാദം നമിക്കുവാൻ ശക്തികളെ കരുണാകടാക്ഷമാം രക്ഷിതാവേ. തവ പാദം നമിക്കുവാൻ ശക്തികളെ കരുണാകടാക്ഷമാം രക്ഷിതാവേ. സർവനന്മകൾ കുറവിടമാം നാഥ എന്നെ ദിനം തോറും നടത്തണമേ. സർവനന്മകൾ കുറവിടമാം നാഥ എന്നെ ദിനം തോറും നടത്തണമേ. 2023 ഡിസംബർ മാസം 28 തീയതി വരെ നടത്തിയ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2023 വർഷത്തിലെ ഓരോ ദിനത്തിലും ദൈവകരുതൽ എത്ര വിലയേറിയതാണെന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അനേക വ്യക്തിത്വങ്ങളെ ഈ പ്രഭാത മനയിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. വേദപുസ്തകത്തിലെ സാക്ഷികളുടെ സമൂഹം എന്ന ആ തലക്കെട്ടോടു കൂടിയതായ ആ പുസ്തകത്തിൽ നിന്ന് അനേക ദേവദാസന്മാര് കർത്താവിൻ്റെ സാക്ഷീകരണത്തിനായി ഇറങ്ങി തിരിച്ചവര് അവരുടെ കുറവുകൾ, കുറ്റങ്ങൾ, നന്മകളൊക്കെയും നാം പഠിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തെ ഒന്ന് തുലനം ചെയ്യുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മന്നയായി നമ്മുടെ മുൻപിൽ നൽകി തന്നിരിക്കുന്ന ദൈവവചനം ഫിലോമോൻ എന്ന കഥാപാത്രമാണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ ഒരധ്യായം മാത്രമുള്ളതായ ഒരു ലേഖനമാണ് ഫിലോമോൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഫിലോമോൻ എന്ന വ്യക്തിത്വത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കൊലോസ്യ സഭയിലെ വിശ്വാസി, അദ്ദേഹത്തിന്റെ ഭവനം ദൈവത്തിന്റെ ആലയമായി തുറന്നു കൊടുത്തതായ വിശ്വസ്തനായ ഒരു ഔദാര്യമാനസനായ ഒരു വ്യക്തിത്വമായിരുന്നു ഫിലോമോൻ എന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി തരുന്നുണ്ട്. AD 52 മുതൽ AD 55 വരെ എഫസോസ് സഭയില്, എഫസോസ് എന്ന സ്ഥലത്തെ സുവിശേഷീകരണത്തിന് മുൻതൂക്കം കൊടുത്തിരുന്നതായ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസംഗം കേട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നതായ ഒരു വ്യക്തിയായിരുന്നു ഫിലോമോൻ. ധനികനായ ഒരു വ്യക്തിയായിരുന്നു ഫിലോമോൻ. അദ്ദേഹത്തിന് പേര് വെച്ച ഒരു ലേഖനമാണ് നാം ഇന്ന് പഠിക്കുന്നത്. അതിലെ ഫിലോമോൻ എന്ന കഥാപാത്രം നമുക്ക് നൽകി തരുന്ന വിലയേറിയ പാഠത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ കാലങ്ങളിൽ സുവിശേഷീകരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്നതായ ഏറ്റവും വലിയ ഘടകമാണ്. അങ്ങനെ മാറ്റം വന്നതായ വ്യക്തിത്വങ്ങള് കൂടുതൽ കൂടുതൽ ശോഭിപ്പിക്കുന്നതായ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ഫിലോമോൻ എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ ആധാരവാക്യം ഫിലോമോൻ എഴുതിയ ലേഖനം 2-ാം വാക്യമാണ്. ഫിലോമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. ഫിലോമോൻ കൊലോസ്യയിലെ അദ്ദേഹത്തിന്റെ ഭവനം ഒരു സഭയായി രൂപാന്തരപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കൊലോസ്യക്കാരനായ ഫിലോമോൻ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ അപ്പിയ, അദ്ദേഹത്തോടൊപ്പം വേല ചെയ്തതായ സഹപഠന ആർക്കിപ്പോസ് എന്ന് നാം പഠിക്കുമ്പോൾ ആ സഭയില് ഉള്ളവർക്ക് വന്ദനം ചെയ്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഫിലോമോനെ എന്ന വ്യക്തിയെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഓരോരുത്തർക്കും വലിയ പാഠമാക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസ് തന്റെ സുവിശേഷീകരണ വേളയില് ക്രിസ്തുവിന്റെ മനസ്സലിവോടുകൂടി അനേക വ്യക്തിത്വങ്ങളെ പാപത്തിന്റെ ചേറ്റുകുഴിയിൽ നിന്ന് വലിച്ച് ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നതായ ശുശ്രൂഷ ചെയ്തതായിട്ട് നാം കാണുമ്പോൾ അപ്രകാരം ഒരു വ്യക്തിയെ തന്റെ മകനായിട്ട് ഏറ്റുകൊണ്ട് ആ മകന് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നതായ ഒരു ലേഖനമാണ് ഫിലോമോൻ എഴുതിയ ലേഖനം എന്ന് പറയുന്നത്. ആ വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹം 3-ാമത്തെ മിഷണറി യാത്രയോടനുബന്ധമായിട്ട് തടവുകാരനായി പിടിക്കപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസ് തടവുകാരനായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഒനേസിമോസ് എന്ന് പറയുന്നതായ വ്യക്തി. അദ്ദേഹം കടന്നു വന്നത് ഈ ഫിലോമോന്റെ ഭവനത്തിൽ അടിമയായി വേല ചെയ്തിരുന്നതായ ഈ മനുഷ്യൻ മോഷണ കുറ്റത്തിനോ മറ്റോ പിടിച്ച് അദ്ദേഹം തടവുകാരനായി. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് തടവിൽ വെച്ച് ദൈവത്തിന്റെ വചനം അദ്ദേഹത്തിന് പകർന്നു കൊടുക്കുകയും ആ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് അദ്ദേഹം അപ്പോസ്തലനായ പൗലോസിനെ തടവിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുവെന്ന്
ഈ ലേഖനത്തിൽ നിന്ന് നാം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഫിലോമോനെ കൊണ്ടുവന്നതുപോലെ സുവിശേഷീകരണത്തിലൂടെ ഒനേസിമോസിനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ആ യജമാനനായ ഫിലോമോന് തിരികെ ഏൽപ്പിക്കുവാൻ എഴുതിയ ഒരു എഴുത്തുകൂടിയായിരുന്നു ഈ ലേഖനമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ. സുവിശേഷത്തിന്റെ ശക്തിയെക്കുറിച്ച് 2 വാക്യങ്ങളിലൂടെ ഇവിടെ വളരെ വ്യക്തമാക്കുമ്പോൾ ആ ഫിലോമോൻ എഴുതിയ ലേഖനത്തിൽ 11-ാം വാക്യവും 16-ാം വാക്യവുമാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോസ്തലനായ പൗലോസ് ഫിലോമോനോട് പറയുകയാണ്, എനിക്ക് അധികാരത്തോടുകൂടി നിന്നോട് സംസാരിക്കാം, എന്നാൽ ഇപ്പോൾ ഞാൻ അപേക്ഷയായിട്ട് പറയുകയാണ്. കാരണം ഞാൻ വയസ്സ് ചെന്നവനാണ്, സുവിശേഷ നിമിത്തം തടവുകാരനുമാണ്. എൻ്റെ ഈ അപേക്ഷ കേട്ട് ഒനേസിമോസിനെ നീ കൈക്കൊള്ളണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ താഴ്മ, ഒരു സുവിശേഷകന്റെ താഴ്മ ഫിലോമോന് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കുന്നതും നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരുന്നതും നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പോസ്തലനായ പൗലോസ് ഫിലോമോനോട് പറയാണ്, മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തൊരു വ്യക്തിയായിരുന്നു, എന്നാൽ ഇപ്പോൾ അധികം പ്രയോജനമുള്ളവനായിട്ട് മടങ്ങി വരികയാണ്. അതാണ് സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഒരിക്കൽ പ്രയോജനമില്ലാതിരുന്ന നമ്മെ പ്രയോജനമുള്ളവരാക്കുന്ന ദൈവശക്തിയാണ് ദൈവത്തിന്റെ വചനം നമ്മിലേക്ക് പ്രവർത്തിക്കുമ്പോൾ ലഭ്യമാകുന്നതായ അനുഭവമെന്ന് ഫിലോമോന്റെ ലേഖനത്തിലൂടെ, ഫിലോമോന് കൊടുക്കുന്ന ഉപദേശത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് വളരെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഒനേസിമോസിന്റെ മാനസാന്തരത്തിലൂടെ ഒനേസിമോസിനെ അതുകൊണ്ട് ഇത്രയും നാട് അടിമയായിട്ട് കണ്ടെങ്കിൽ ഇനി നീ സഹോദരനായിട്ട് കാണണം എന്ന് പറയുകയാണ്. അത് 2ാമത്തെ കാര്യം. സുവിശേഷം നിമിത്തം നാം കർത്താവിനോട് ചേരുമ്പോൾ നാം മുമ്പേ ഉണ്ടായിരുന്ന അനുഭവമല്ല, മറിച്ച് നമ്മെ സഹോദരനായിട്ട്, ക്രിസ്തുവിൽ സഹോദരനായിട്ട് കാണുന്ന ഒരു അനുഭവമാണ് ആ സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഫിലോമോൻ വളരെ ഔദാര്യ മാനസനായിരുന്നു, അതേപോലെ വിശ്വസ്തനായ ഒരു വിശ്വാസിയുമായിരുന്നു എന്ന് നാം പഠിക്കുമ്പോൾ ഈ പ്രഭാതത്തില് നമ്മെ തന്നെ ദൈവത്തിനായി സമർപ്പിക്കാം. കർത്താവിന്റെ വചനം നമ്മുടെ അടുക്കൽ എങ്ങനെ എത്തിയെന്നും നാം അത് എപ്രകാരം കൈക്കൊണ്ടുവെന്നും നാം പ്രയോജനമില്ലാതിരുന്ന നമ്മെ പ്രയോജനപ്പെടുത്തിയപ്പോൾ അധികം ഫലം കായ്ക്കേണ്ടുന്നതിന് നാം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നും ഈ പ്രഭാതത്തിൽ ഒന്ന് വിചിന്തനം ചെയ്യാം. 2023 വർഷകാലത്തില് ദൈവം നമ്മുടെ ജീവിതത്തില് പ്രയോജനമില്ലാതിരുന്ന നമ്മെ കൊണ്ട് പ്രയോജനമുള്ളവരാക്കുവാൻ തന്നിരിക്കുന്ന അനവധി നന്മകള് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ച് നാം ദൈവത്തെ സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. ഇനി 78 മണിക്കൂറുകളിലൂടെ കഴിയുമ്പോൾ ഇനി ഒരിക്കലും മടങ്ങി വരാതെ ഈ വർഷം കടന്നു പോവുകയാണ്. എന്നാൽ ദൈവം ചെയ്ത ഉപകാരങ്ങള്, ദൈവം നടത്തിയ വിധങ്ങള് ഒരിക്കലും മായാത്ത മുദ്രയായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ മാംസവും നമ്മുടെ ചിന്തകളും നമ്മെ തന്നെ സമ്പൂർണമായിട്ട് കർത്താവിനൊരു പുതിയ സൃഷ്ടിയാകുവാൻ സമർപ്പിക്കുമ്പോൾ ഒനേസിമോസിനെ പോലെ പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയായി സഹ വിശ്വാസികളുടെ ഇടയിൽ സഹോദരങ്ങളായി വർദ്ധിക്കുവാൻ, ഫിലോമോനെ പോലെ നല്ല മനസാക്ഷിയുള്ളവരായി തീരുവാൻ തക്കോണം ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തില് ഫിലോമോൻ എന്ന ഔദാര്യ മാനസനും വിശ്വസ്ത വിശ്വാസിയെയും നമുക്ക് പരിചയപ്പെടുത്തിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ നാളുകളിലെ ദൈവം നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ മനസ്സലിവോടുകൂടി നാം ജീവിക്കുക. കർത്താവിന്റെ മനസ്സലിവ്, അവിടുത്തെ താഴ്മ, അവിടുത്തെ അനുസരണം, അവിടുത്തെ സൗമ്യത, ഇവയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് നമ്മെ സമർപ്പിക്കാം. ഫിലോമോൻ തന്റെ ഭവനം തന്നെ തുറന്നു കൊടുക്കുകയുണ്ടായി. തന്റെ കുടുംബം തന്നെ ദൈവത്തിന്റെ ആലയമാക്കി തീർക്കുകയും സഹ ശുശ്രൂഷകർക്ക് അദ്ദേഹത്തിന്റെ ഭവനം ഒരു ആലയമായി മാറുവാനൊക്കെ ഇടയായി തീർന്നു. ദൈവത്തിന് ആലയമായിട്ട് നമുക്ക് സമർപ്പിക്കാം. കർത്താവിനോടൊപ്പം ആരാധിക്കുവാൻ അനേകരെ നാം വേർതിരിവില്ലാതെ ചേർക്കുന്നവരായി ഫിലോമോനെ പോലെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാം. ഈ പ്രഭാതത്തിൽ അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വർഷം നമ്മെ മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുത്ത കർത്താവിനെ സ്തുതിക്കുവാൻ വീണ്ടും നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാം. അവിടുത്തെ വരവരെയും വിശ്വസ്ത സാക്ഷികളായി കർത്താവിന് അർപ്പിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ വളരെ ശക്തിയോടെ നമ്മോട് ഇടപെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രഭാത മന്നയിൽ നിന്ന് ദൈവം
നമ്മെ നടത്തുന്നതിന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി കാണുവാൻ അവിടുന്ന് അനുവദിച്ചതുകൊണ്ട് സ്തോത്രം. അവിടുന്ന് തന്ന സകല നന്മകൾക്കും നന്ദി അർപ്പിക്കുന്നു. അവിടുത്തെ കർത്താവിന്റെ സന്നിധി പ്രയോജനമില്ലാതിരുന്ന ഞങ്ങളെ പ്രയോജനമുള്ളവരാക്കി തീർത്ത് അവിടുത്തെ വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, അടിയങ്ങളുടെ ജീവിതത്തിൽ അനവധി ഫലം കായ്ക്കുവാൻ അവിടുത്തെ വചനം കൂടുതൽ ശക്തിയോടെ വിളങ്ങുവാൻ തക്കവണ്ണം ഇടവരുത്തേണ്ടുന്നതിന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഫിലോമോനെ പോലെ മറ്റുള്ളവരെ ചേർത്ത് കൊള്ളുവാൻ, ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ അടിയങ്ങൾ താഴ്മപ്പെടുവാൻ, ഞങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് കാണുന്നവരും ദൈവവചനത്താൽ പ്രയോജനപ്പെട്ട് കഴിയുമ്പോൾ അവരെ വേർതിരിവില്ലാതെ സ്വീകരിക്കുന്ന ഒരു അനുഭവം ഫിലോമോനെ പോലെ അടിയങ്ങൾക്ക് നൽകി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ മുറ്റുമായി ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, എത്രയെത്ര പേരാണ് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്, രോഗികളായിട്ടിരിക്കുന്നത്. കർത്താവ് അവർക്ക് സൗഖ്യം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദൂരതയിലും ആ ചാരത്തും ദൂരത്തുമായിരിക്കുന്ന ഓരോ വിശ്വാസികളും, ദൈവ കുഞ്ഞുങ്ങള്, കഷ്ടത്തിലിരിക്കുന്ന മക്കള്, അവരോടൊക്കെയും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നാളുകളേറെയില്ലെന്ന് അടിയങ്ങൾ അറിയുന്നു. അവിടുത്തെ വരവിന്റെ കാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രത്യാശയിൽ മുഴുകി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിച്ചൊരുക്കണമെന്ന് വേഗം വരുന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. അതോടെ മുന്നമേ തന്നെ പുതുവത്സരത്തിന്റെ ആശംസയും നേർന്നുകൊള്ളുന്നു. ആമേൻ.